അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് AUPS കുമരമ്പത്തൂർ സ്കൂളിലെ, അതായത് പൊന്നുണ്ണീൻ്റെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റ് ആണെന്ന്. അപ്പോൾ ഫുഡ് ഫെസ്റ്റിന് ഉള്ള കുട്ടികൾ ഒരുക്കിയിട്ടുള്ള ഫുഡുകളുടെ വിവരങ്ങളും അതുപോലെ ഫുഡ് കാഴ്ചകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ ആളുകളും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ല ഫുഡുകളാണ് കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. വീട്ടമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ആശംസകളും അറിയിക്കുകയാണ്. വെറൈറ്റി ഫുഡുകളാണെന്ന് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന ഫുഡ് ഐറ്റംസുകളാണ്. നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന പോലത്തെ അല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. മക്കളെ വർത്തമാനം വേണ്ട. കുട്ടികളുടെ വിഭവങ്ങളാണ്. ഫുഡ് ഫെസ്റ്റാണ് ഇത്. 5ാം ക്ലാസ് വരെയാണ് കേട്ടോ. 5ാം ക്ലാസ് വരെ വെറൈറ്റി വിഭവങ്ങളാണ്. 6ാം ക്ലാസ് വരെ വെറൈറ്റി വിഭവങ്ങളാണ്. പാൽക്കപ്പ, എന്താ പറഞ്ഞാൽ പാൽക്കപ്പ അല്ലേ. ക്യാരറ്റ് പായസം, ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ നിങ്ങൾ? ഇനി വീട്ടുകാർക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമല്ല അല്ലേ? മസാലക്കറി, പുട്ടുകൾ, ഇതൊക്കെ നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ. ഇതിന്റെ ഉടമകൾ പോയോ? ഇതെന്താണ്? കായപ്പോളം. എന്തോ കസ്റ്റാർഡ് പായസോ അല്ല, ഡ്രിങ്ക്. മാനേജറാണ്. എന്താ ഉണ്ണിയപ്പോ? എടാ ചക്കപ്പാണത്, ചക്കടയാണോ ഇത്? ഹൽവ, ബനാന ഹൽവ. ഇതെന്താ? ഇതെന്താ? എന്താ? അടിപൊളി.
എന്താണ്? ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ്. ഇതെന്താണ്? ഐസ്ക്രീം അല്ലേ? കസ്റ്റാർഡ്. ഫ്രൂട്ട് സലാഡ്. ഇതിനെന്താ പറയുക? വാഴയ്ക്ക പോള. പഴംപൊരി. എന്താണ്? ബനാന ബോൾ. ചക്കപ്പം. ഓക്കെ, അടിപൊളി. ഇതൊക്കെ ഗാർണിഷ് ആക്കിയിട്ട് ശരിയാക്കി കട്ട് ചെയ്തിട്ട് കൃത്യമായ അജണ്ട വെച്ച് തീരുമാനങ്ങളൊക്കെ കൃത്യമായി എത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അത് പറഞ്ഞത് അക്കാദമിക് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാവുന്ന പെട്ടെന്ന് പോകാൻ അക്കാദമിക് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചർച്ച ചെയ്ത് ശരിക്കും അതൊരു അജണ്ട ചെയ്തു. അക്കാദമിക്കൊക്കെ എന്താണ് എന്തായാലും നമ്മുടെ സമയമൊക്കെ അറിയുന്നുണ്ട് അറിയുന്നുണ്ടാവും ഓരോ കാര്യങ്ങൾ തന്നെ നടക്കുന്നുണ്ടാകുന്ന തോന്നുന്നത് അതൊരു അജണ്ടയാണ്. ഞാനാണ് SRG കണ്ടില്ല. ഞങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ കൂടെ വരുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ കൂടണം. നമ്മളെല്ലാം എക്സിക്യൂട്ടീവ് അക്കാദമിക്